ബീഹാറിനെ ഇളക്കി മറിച്ച രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്ര 8ാം ദിനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും തമ്മിൽ കൂട്ടുകെട്ടാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ബിജെപി സെൽ പോലെയെന്ന് തേജസ്വി യാദവും ആരോപിച്ചു. ബൈക്കിലും തുറന്ന ജീപ്പിലുമാണ് രാഹുലിന്റെ വോട്ടർ യാത്ര 8ാം ദിനം പുരോഗമിക്കുന്നത്. ഭരണഘടനയും അംബേദ്കർ ചിത്രവും ഉയർത്തിക്കാട്ടിയാണ് ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ ആരോപണങ്ങൾ. അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് സാധാരണക്കാരുടെ വോട്ട് മോഷ്ടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. इलेक्शन कमीशन का जो बिहेवियर है उसको बदलने के लिए है और हम छोड़ेंगे नहीं. जैसे मैंने कहा है, बिहार में हम आपको इलेक्शन चोरी नहीं होने देंगे. आप कुछ भी कर लो. आपने महाराष्ट्र का चोरी किया, आपने हरियाणा का किया, कर्नाटक में हमने साफ दिखाया कि वोट चोरी हुआ है. यहां हम नहीं करने देंगे. ബിജെപി വക്താവിനെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് ആർജെഡി നേതാവ് തേജസ്വി യാദവ് പരിഹസിച്ചു. चुनाव आयोग अब चुनाव आयोग नहीं रह गया है, वो गोदी आयोग रहेगा. अब बीजेपी का पार्टी का जो सेल होता है वैसे चुनाव आयोग जो है काम कर रहा है, एक बीजेपी का कार्यकर्ता बन करके. മറ്റന്നാൾ മുതൽ യാത്ര കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണി തീരുമാനം. എം.കെ. സ്റ്റാലിൻ, ഹേമന്ത് സോറൻ അടക്കമുള്ള ഇന്ത്യ സഖ്യ മുഖ്യമന്ത്രിമാരും നേതാക്കളും യാത്രയുടെ ഭാഗമാകും. സെപ്റ്റംബർ 1 പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെയാണ് യാത്ര അവസാനിക്കുക. മീഡിയ 1, ഡൽഹി.